നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടും വളരെ വിനയത്തോടും വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നപോലെ കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ദൈവസന്നിധിയിൽ കൂടി വരത്തക്കൊണ്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തരികയും ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ, അതുപോലെ തന്നെ സാമ്പ്രദർ ഓർപ്പിച്ച പോലെ ശാരീരികമായിട്ടുള്ള അല്പപ്രയാസങ്ങൾ, പനിയും അതിൻ്റെ ക്ഷീണവും ശാരീരികമായ അല്പക്ലേശങ്ങൾ ഉണ്ട്. എങ്കിലും പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് അല്പ ചില കാര്യങ്ങൾ പറയണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. ഇന്നത്തെ തിരുവചന പഠനത്തിനായി കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുവിറുത്ത് സഹോദരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുവിറുക്കുകയുമരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിവിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നൊരു ദീർഘമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ ഭാഗത്ത് നിന്നെല്ലാം ഒരുപാട് വിശദീകരിച്ച് പറയാനായിട്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് അത്യാവശ്യ ചില ചിന്തകൾ പ്രത്യേകിച്ച് ഒരു സംക്ഷിപ്തമായി പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അവർ ചെയ്ത വിവിധ പാപങ്ങളെ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് ദൈവം കൊടുത്ത ശിക്ഷയും ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. 11-ാം വാക്യത്തിൽ പറയുന്നു, ഇതൊക്കെ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച അതേ വീഴ്ച, അതേ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 12-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ, നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഇതാണ്: എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, അങ്ങനെ വീഴ്ചയൊന്നും എനിക്ക് വരത്തില്ല, തെറ്റുകളൊന്നും എനിക്ക് വരികയില്ല, ഞാൻ സ്ട്രോങ് ആണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഏത് സ്ട്രോങ് ആയിട്ടുള്ളവരും വീണു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം ഓരോ ദിവസവും ജീവിക്കാൻ. എങ്കിൽ മാത്രമേ വീഴാതിരിക്കുകയുള്ളൂ. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. 13-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മളെ ഒരിക്കലും വീഴിക്കാനായിട്ട് ശ്രമിക്കുകയില്ല. ദൈവം ചിലപ്പോൾ നമുക്ക് പരിശോധനകൾ തരും, പരിശോധനകൾ. പക്ഷെ ദൈവം ഒന്നും ചിന്തിക്കാതെ പരീക്ഷ നമുക്ക് തരികയല്ല. ദൈവം ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി ചില പ്രത്യേക നിലയിലാണ് നമുക്ക് തരുന്നത്. നമുക്ക് സഹിപ്പാൻ കഴിയാത്തതോ നമ്മൾ തകർന്നു പോകുന്നതോ ആയ പരീക്ഷകളൊന്നും തരികയില്ല. 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതാണ്
ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ സംക്ഷിപ്തം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പാപവും അതിന് ദൈവം കൊടുത്ത ശിക്ഷയും. 11-ാം വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്, നാം വളരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. 12-ൽ നമ്മൾ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. 13-ൽ ദൈവം തരുന്ന പരിശോധനകൾ, അതിന്റെ പിൻപിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. നമ്മൾ തകർന്നു പോകാൻ ഇടയാകുന്ന തരത്തിലുള്ള ഒരു പരിശോധനയും തരികയില്ല എന്നുള്ളതാണ്. നമുക്കിനി ഓരോ വാക്യവും അല്പമായിട്ട് മാത്രം ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. ഇന്ന് ഏറെ സമയം എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല, കർത്താവ് നടത്തുന്നത് പോലെ. 7-ാം വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കും. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. ഇവിടെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം എല്ലാവർക്കും അത് ഓർമ്മ കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന്റെ സംക്ഷിപ്തം ഞാനൊന്ന് സൂചിപ്പിച്ച് പോകാം എന്ന് വിചാരിക്കും. ഇസ്രായേൽ മക്കളെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്. അത്ഭുതകരമായി തന്നെയാണ് അവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. ആ അത്ഭുതങ്ങളെല്ലാം ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർത്തതാണ്. രാവും പകലും സഞ്ചരിക്കാൻ അവർക്ക് കഴിയുന്നു. കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിലും രാത്രിയും പകലും ഒക്കെ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് വിശ്രമം വേണം, വിശ്രമിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, വീണു പോകും. പക്ഷേ ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് മണിക്കൂറുകളല്ല, ദിവസങ്ങളോളം അവർ യാത്ര ചെയ്യുകയാണ്. അവർക്ക് ക്ഷീണമോ തളർന്നു പോകുകയോ വീണു പോകുകയോ ഒന്നും ചെയ്യുന്നില്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും, പ്രതിസന്ധികളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നവും വരാതെ ആ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവരെ നടത്തിക്കൊണ്ട് വരുമ്പോൾ മോശ പർവ്വതത്തിലേക്ക്, സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയി. മോശ കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറിപ്പോയതാ. ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. മോശ കയറിപ്പോയി. മോശ ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ മോശയോടൊപ്പം ഇസ്രായേൽ മക്കളെയും മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് നടത്തിക്കൊണ്ട് വന്ന അഹരോന്റെ അടുക്കൽ വന്നിട്ട് ജനമെല്ലാം കൂടെ പറയുന്നു, ഞങ്ങളെ വിടുവിച്ച് നടത്തിക്കൊണ്ട് വന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളെ വഴി നടത്തുവാൻ, ഇനി മുന്നോട്ട് നയിക്കുവാനായിട്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്നവർ പറയുന്നു. ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. മനുഷ്യരുണ്ടാക്കുന്ന ദൈവം, നോക്കുക, ചരിത്രത്തിൽ പണ്ട് മുതലേ ഉള്ള കാര്യമാണ് എന്ന് കാണാൻ കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ച് നിലനിർത്തുന്നവനാണ് ദൈവം, അല്ലാതെ മനുഷ്യരുണ്ടാക്കുന്നതൊന്നും ദൈവമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവർ അഹരോനോട് ആവശ്യപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവർ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളുടെ കാതിലെ കുടുക്കുകൾ ഒക്കെ അഴിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അതിന് ഒരു മടിയുമില്ലാതെ അവർ അഴിച്ചുകൊണ്ട് വരുന്നു. താൻ കൊത്തുളി എടുക്കുന്നു, രൂപപ്പെടുത്തുന്നു, ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലുണ്ട്. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇത് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ്, അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞ് അതിന്റെ മുൻപിൽ അഹരോൻ ഒരു യാഗപീഠവും പണിത് ആ ഹോമയാഗവും ഒക്കെ അർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം 32-ൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 32-ന്റെ 6 ഒന്ന് വായിക്കാം. 32-ന്റെ 6. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. ഇതാണ് കൊരിന്ത്യലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നത്. അവർ അധികാലത്തെ എഴുന്നേറ്റ് അന്ന് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതിനു മുൻപിൽ അഹരോന് അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ്. അവര് അഹരോന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ കാളക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരണം, ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വിധേയപ്പെടേണ്ടവനല്ല. ആത്മീയ നേതൃത്വത്തിന്റെ തകർച്ചയാണ് അവിടെ കാണുന്നത്. എപ്പോഴും ആത്മീയ നേതൃത്വം ഉത്തരവാദിത്വത്തോടുകൂടെ നിൽക്കണം. ജനം എന്താവശ്യപ്പെടുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. നേരായ വഴി പറഞ്ഞു കൊടുക്കുകയും ബുദ്ധി ഉപദേശം കൊടുക്കുകയും അവരെ നിലനിർത്തുകയും വിശ്വാസത്തിൽ വചനത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അഹരോൻ അതൊക്കെ തെറ്റിപ്പോയി എന്ന് കാണാനായിട്ട് കഴിയും.
അപ്പോൾ ഈ യാഗപീഠമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അവിടെ നമ്മൾ കാണുന്നത് ഹോമയാഗവും സമാധാന യാഗവും ഒക്കെ അർപ്പിക്കുന്നു. തുടർന്നാണ് പറയുന്നത്, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കുവാൻ, നമ്മൾ 8-ാം അധ്യായമൊക്കെ പഠിച്ചത് ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിന്റെ മുൻപിൽ അവർക്ക് വിഗ്രഹ പരിചയമുള്ളവരാണ് ഇവർ. മിസ്രൈമിൽ താമസിക്കുമ്പോൾ വിഗ്രഹ പരിചയവും വിഗ്രഹാർപ്പിതവും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. അപ്പൊ നോക്കുക, ഇവിടെ അവര് ആ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതൊക്കെ ഭക്ഷിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നു. ഭക്ഷിപ്പാൻ കുടിപ്പാൻ, അതിന്റെ ആ വിഗ്രഹ അർപ്പിതം ഭക്ഷിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ. അത് നമ്മൾ ഓർത്ത്, വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് വയറ് നിറയാനല്ല, വിശപ്പിന് വേണ്ടി അല്ല അത് പ്രധാനമായിട്ട്. അതിനപ്പുറം അത് മുഖാന്തരം ചില അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, നന്മകളൊക്കെ ലഭിക്കും എന്ന് കരുതിയാണ് ജനം അതിനായിട്ടിരുന്നു. എന്നിട്ട് കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ഒക്കെ പ്രീതിപ്പെടുത്തുന്ന, വിഗ്രഹങ്ങളുടെ പിന്നിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രീതിപ്പെടുത്തുവാൻ ചില നൃത്തവും പാട്ടും അസന്മാർഗിക പ്രവൃത്തികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം അവർ ചെയ്തു. ആശയം അതാണ്. ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു വിഗ്രഹാർപ്പിതം തിന്നാൻ, ഈ കാളക്കുട്ടിക്ക് അർപ്പിച്ച ഭക്ഷണത്തിന്റെ പങ്ക് പറ്റാനും അത് കഴിച്ച് ഏതെങ്കിലും നിലയിൽ നന്മയുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും കരുതി അത് ചെയ്യുവാൻ. മാത്രമല്ല അതിനുശേഷം എഴുന്നേറ്റ് അതിന്റെ മുൻപിൽ നൃത്തം ചെയ്യുവാൻ, അതിനെ പ്രസാദിപ്പിക്കാനുള്ള നൃത്തം, പ്രസാദിപ്പിക്കാനുള്ള പാട്ട്, പ്രസാദിപ്പിക്കാനുള്ള അസാൻമാർഗീയമായ കാര്യങ്ങൾ ഒക്കെ അവിടെ ചെയ്തതായിട്ടാണ് കാണുന്നത്. തുടർന്ന് അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നു. മോശെ ഈ കൽപ്പലകയുമായി, യഹോവയുടെ കരങ്ങളാൽ ഇരുവശത്തും എഴുതിയ കൽപ്പലകയുമായി ഇറങ്ങി വന്ന് കാണുമ്പോൾ ഇവര് ഇതിന് മുൻപിൽ നൃത്തം ചെയ്യുന്നതാണ് കാണുന്നത്. ഈ വലിയ ശബ്ദകോലാഹലം കേൾക്കുമ്പോൾ ആ കല്ല് ഒക്കെ ഉടച്ചു കളഞ്ഞ് നമുക്കറിയാം. അതിനുശേഷം ഈ വിഗ്രഹത്തെ, ഈ കാളക്കുട്ടിയെ ചുട്ട് അരച്ച് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു എന്ന് നമ്മള് 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതോടൊന്ന് വായിക്കാം, 32-20. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവരെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അത് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ യഹോവയുടെ കോപം, ആ ഭാഗങ്ങളൊക്കെ പിന്നീട് എല്ലാ വാക്യവും നമ്മൾ വായിക്കാൻ പോയാൽ സമയമേറെ പോകുമെന്നുള്ളതുകൊണ്ടാണ് പിന്നീട് അത് വായിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. നോക്കുക, യഹോവയായ ദൈവം 10-ാം വാക്യമൊക്കെ നോക്കിയാൽ അറിയാം, യഹോവയായ ദൈവത്തിന്റെ കോപം ജ്വലിച്ചിട്ട് മോശയോട് പറയാണ്, ഇവരെ മുഴുവൻ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവരെ മുഴുവൻ കൺസ്യൂം ചെയ്യാൻ പോവുകയാണ്, ദഹിപ്പിച്ചു കളയാൻ പോവുകയാണ്, ഒറ്റ ഒരെണ്ണത്തിനെ പോലും ശേഷിപ്പിക്കാതെ. നോക്കുക, ദൈവത്തിന്റെ മനസ്സിന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടായത്. ചെങ്കടൽ പോലെ ഒരു പ്രതിസന്ധിയെ ഒരാൾ പോലും മരിക്കാതെ ദൈവം അത്ഭുതകരമായി ഇപ്പുറത്ത് കൊണ്ടുവന്ന ദൈവമാണ്. അവരോട് അത്ര സ്നേഹവും അനുകമ്പയും കാണിച്ച ദൈവമാണ്. പക്ഷേ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണിച്ച ഈ ദൈവവിരോധമായി ചെയ്ത ഈ വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മുഴുവൻ കൊന്നുകളയാനാണ് യഹോവയായ ദൈവം തീരുമാനിച്ചത്. പക്ഷേ മോശ ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്നതായി നാം ആ ഭാഗത്ത് കാണുന്നുണ്ട്. മോശയോട് പറഞ്ഞൊരു കാര്യമാണ്, അവിടെ മോശയുടെ അനുഗ്രഹീതമായ നേതൃത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മോശയുടെ യഹോവയായ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയും അനുഗ്രഹിക്കും, അവരെല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടും, പക്ഷെ ഇവരെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വേണമെങ്കിൽ അത് ശരി, എന്റെ പിള്ളേരുടെ കാര്യവും എന്റെ തലമുറകളുടെ കാര്യവും ഒക്കെയാണല്ലോ, അവര് നന്മ വരും, അവരനുഗ്രഹിക്കപ്പെടും. ഇവന്മാര് എത്ര ഉപദേശിച്ചാലും ഗുണം പിടിക്കാത്തവരാണ്, അവരെ കൊന്നുകളയുന്നതിൽ കൊന്നുകളയട്ടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു മോശയ്ക്ക്. പക്ഷെ മോശ അങ്ങനെ വിചാരിച്ചില്ല. പകരം അവരെ കൊന്നുകളയരുത്, ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന, കേണപേക്ഷിക്കുന്ന, അവരെ കൊന്നുകളയരുത് എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന, എന്റെ മക്കളുടെ കാര്യമോ എന്റെ കാര്യം എങ്ങനെ നടക്കും എന്നുള്ളതല്ല, ഈ ജനത്തെ നശിപ്പിക്കരുത് എന്ന് പറയുന്ന, ജനത്തിന് വേണ്ടി കരയുന്ന, ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു നല്ല നേതൃത്വം ആണ് മോശയിൽ നമ്മൾ കാണുന്നത്. ഇതാണ് ആത്മീയ നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലം സഭയൊക്കെ നയിച്ചു കൊണ്ട് പോവുകയും അതിന് ഉത്തരവാദിത്തം എടുത്തൊക്കെ പോകുമ്പോൾ
അവരിൽ പലരും പല നിലകളിൽ ആവർത്തിച്ച് നമ്മൾ ഉപദേശിച്ചാലും അതിനൊന്നും വില കൊടുക്കാതെ ചിലപ്പോൾ ദൈവ വഴി വിട്ടും ദൈവത്തെ വേണ്ടവണ്ണം സ്നേഹിക്കാതെയും ഒക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനിക്കുകയും ഇനിയും ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ, ദൈവം അല്ലെ ഇവരെ ശിക്ഷിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ വരരുത്. ഇത് പാഠമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പകരം ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിക്കണം. അവർ ചെയ്തു പോയ തെറ്റുകൾ ദൈവമേ അവരോട് ക്ഷമിക്കണം, അവർ പശ്ചാത്തപിക്കണം, മടങ്ങി വരണം. ഇതൊക്കെ ആവശ്യമാണ്. അതിനുള്ള ബുദ്ധിപദേശമൊക്കെ അവർ കൊടുക്കണം. അപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുവാൻ വിട്ടുകൊടുക്കാതിരിക്കുന്ന മോശയാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ മോശയുടെ ആ മധ്യസ്ഥത പ്രാർത്ഥന മുഖാന്തരം അല്ലെങ്കിൽ പക്ഷപാതം ചെയ്തത് മുഖാന്തരം അവരെ മൊത്തമായിട്ട് കൊന്നുകളഞ്ഞില്ല. എന്നാലും നമ്മള് 28 വാക്യം ഒന്ന് വായിച്ചാട്ട്, 32:28. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. യഹോവ ഇന്ന് നിങ്ങൾക്ക് മതി, അത്രയും മതി. അന്ന് ഏകദേശം 3000-ഓളം പേര് കൊല്ലപ്പെട്ടു. മുഴുവൻ പേരെയും കൊല്ലാനാണ് ഇരുന്നത്. പക്ഷെ മോശയുടെ ആ പ്രാർത്ഥനയും മോശയുടെ പക്ഷപാതവും നിമിത്തം അവരെ മുഴുവൻ പേരെയും കൊന്നില്ല. എങ്കിലും 3000 പേരൊന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അധ്യായത്തിൽ വേറെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പറയണ്, നിങ്ങളും വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തീർച്ചയായിട്ടും പറയും, ഞങ്ങൾ ഒരിക്കലും വിഗ്രഹാരാധികളാകുകയില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അറിവാണ്. ഞങ്ങൾ ഒരു കാരണവശാലും വിഗ്രഹത്തിലേക്ക് പോകുകയില്ല എന്ന് നമ്മൾ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പാപത്തിലൊക്കെ വീണു പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഓർപ്പിക്കണമല്ലോ. 2 വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് എഫേസ്യർ 5:5, മറ്റൊന്ന് കൊലോസ്യർ 3:5. പലപ്പോഴും ഓർത്തിട്ടുള്ളതാണ്. എഫേസ്യർ 5:5. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടെ നമ്മൾ വായിച്ചത് കണ്ടോ? വിഗ്രഹാരാധിയായ അത്യാഗ്രഹി. വിഗ്രഹാരാധിയായ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണെന്നാണ് ബൈബിൾ വചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചല്ലോ, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ, നിങ്ങൾ ഇസ്രായേൽ മക്കളെ പോലെ ദുർമോഹികളാകരുത് എന്നുള്ളത്. നമ്മൾ അന്ന് ചിന്തിക്കേണ്ട മോഹം അതിൽ തന്നെ തെറ്റല്ല, പക്ഷെ ദുർമോഹം തെറ്റാണ്. നമ്മൾ അന്ന് ചിന്തിച്ച ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷെ എനിക്ക് 5 നിലയുള്ള വീട് വേണം, അല്ലെ 3 നില, അങ്ങനെ പറയുമ്പോൾ അത് ദുർമോഹമാണ് എന്ന് ചോദിച്ചാൽ അത് അത്യാഗ്രഹമാണ്, അത് വിഗ്രഹാരാധനയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കൊലോസ്യർ 3:5 വായിച്ചാൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഇവിടെ മതി. ഇവിടെ വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം അല്ലേ, അങ്ങനല്ലേ വായിക്കുന്നത്? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നേരത്തെ വായിച്ചതായിരുന്നു വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം അല്ലേ? അത് രണ്ടിടത്തും അത്യാഗ്രഹമാണോ? അല്ല. ഓക്കെ, അത്യാഗ്രഹം എന്നും ദ്രവ്യാഗ്രഹം എന്നും രണ്ട് പദവും കാണാൻ സാധിക്കും. അപ്പൊ ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തമിഴിൽ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് പണ ആശ എന്നാണ് തമിഴിൽ. പണ ആശ, പണത്തോടുള്ള ആശ. ദ്രവ്യാഗ്രഹം അത് വിഗ്രഹാരാധനയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവജനത്തിന്റെ മധ്യയും ദ്രവ്യാഗ്രഹം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. പണസമ്പാദനം എന്നുള്ളത് വലിയൊരു ലക്ഷ്യമായി മാറിയിരിക്കുന്നുണ്ട്. വിശ്വാസികൾ മാത്രമല്ല, വിശ്വാസികളെ നയിക്കുന്നവർ, അങ്ങനെ ആ പദമേ ഞാൻ ഉപയോഗിക്കുള്ളൂ, വിശ്വാസികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ, അവരെ ഉപദേശിക്കുന്നവരെ, അവരും ഒക്കെ തന്നെ ദ്രവ്യം സമ്പാദിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദ്രവ്യാഗ്രഹികളായി മാറുന്ന സാഹചര്യങ്ങൾ നമുക്ക് ധാരാളമായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെല്ലാം വിഗ്രഹാരാധനയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. വിഗ്രഹാരാധികൾക്ക് ലഭിച്ച ശിക്ഷ നമ്മൾ കണ്ടു. മറ്റൊരു കാര്യം കൂടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരികയുണ്ടായി. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു കാര്യം പറയാണ്, വാക്യം എടുത്ത് വായിക്കുന്നില്ല. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അത് മഹാപീഡന കാലത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളായ നമ്മള് കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞ് ഇവിടെ മഹാപീഡനം ഉണ്ടെന്നൊക്കെയുള്ള നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മഹാപീഡന കാലത്ത് ഇവിടെ സുവിശേഷം അറിയിക്കും.
മഹാപീഡനം 7 കൊല്ലമാണ്. ആദ്യത്തെ 3.5 കൊല്ലം രണ്ടുപേരെ ദൈവം പ്രത്യേകം നിയോഗിച്ച് സുവിശേഷം അറിയിക്കും. പിന്നീട് ദൂതന്മാരെ കൊണ്ട് രണ്ടാം പകുതിയിൽ സുവിശേഷം അറിയിക്കും. അപ്പൊ അങ്ങനെ ആദ്യ പകുതിയിൽ സുവിശേഷം അറിയിക്കുമ്പോൾ യഹൂദന്മാരല്ലാത്തവരും ഒക്കെ രക്ഷിക്കപ്പെടും. അപ്പൊ യഹൂദന്മാർക്കൊരു പ്രത്യേക ഒരു പദവി കൊടുക്കുന്നുണ്ട്, ഒരു പ്രത്യേക കൊടുക്കുന്നുണ്ട്. അത് ആദ്യം രക്ഷിക്കപ്പെടുന്ന ഓരോ ഗോത്രത്തിൽ നിന്നും ആദ്യം രക്ഷിക്കപ്പെടുന്ന 12,000 പേർക്ക് അവരുടെ നെറ്റിക്ക് ദൈവത്തിന്റെ പേരെഴുതുന്ന മുദ്രയിടുന്ന ഒരു പരിപാടിയുണ്ട്. അത് അങ്ങനെ മുദ്ര ലഭിച്ച അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാപീഡനത്തിലെ പീഡനങ്ങളൊന്നും ഒരു സഹിക്കേണ്ടി വരികയില്ല എന്നുള്ളത്. അത് 2 ഗോത്രങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. 7-ാം അധ്യായം പിന്നീട് പരിശോധിക്കാം. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ അവിടെ 2 ഗോത്രങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ദാൻ ഗോത്രവും എഫ്രൈം ഗോത്രവും. അവർക്ക് ഈ പ്രത്യേക സൗകര്യം ലഭിക്കുന്നില്ല, പ്രത്യേകമായിട്ടുള്ള ഈ മുദ്ര ലഭിക്കുന്നില്ല. അങ്ങനെ മുദ്ര അതിനാൽ പിന്നീട് ലഭിക്കുന്ന കുറെ നന്മകളൊക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. എന്താ കാര്യമെന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ 2 ഗോത്രക്കാരും, ദാൻ ഗോത്രക്കാരും എഫ്രൈം ഗോത്രക്കാരും വിഗ്രഹാരാധനയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് മുഖാന്തരം അവർക്ക് ആ വലിയ അനുഗ്രഹം, അവർക്ക് മുദ്ര ലഭിക്കുക എന്ന അനുഗ്രഹം അവരിൽ ഒരാൾക്ക് പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കുക, വിഗ്രഹാരാധന എത്രയോ വെറുക്കേണ്ടതാണ്, എത്രയോ അകന്നു നിൽക്കേണ്ടതാണ്. ഒരു കാരണവശാലും ആയി തീരരുത്. നമ്മൾ പ്രത്യക്ഷമായി പറഞ്ഞു പോകും ഞങ്ങളാരും വിഗ്രഹാരാധികളല്ലെന്ന്. പക്ഷെ അത്യാഗ്രഹമുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ? കഴിഞ്ഞ ആഴ്ച ഒത്തിരി ചിന്തിച്ചാണല്ലോ. അത്യാഗ്രഹമുണ്ടോ, ദ്രവ്യാഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും വിഗ്രഹാരാധനയാണ്. അത് ശിക്ഷാർഹമാണ് എന്ന് ഓർക്കാം. ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ച കാര്യം പറയും. 8-ാം വാക്യം നമുക്കൊന്ന് ഇനി വായിക്കാം. അതായത് 1 കൊരിന്ത്യർ 10:8. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. മതി. ഇത് വിവാഹേതര ബന്ധം അല്ലെങ്കിൽ അവിവിഹിതമായ ബന്ധത്തെയാണ് അവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. ഇത് സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാവുന്ന ഒരു വാക്യം ഒന്ന് വായിക്കാം. 25-ന്റെ 1 ഒന്ന് വായിക്കാം. പിന്നീട് 9 പിന്നീട് ഒന്ന് വായിക്കണം. സംഖ്യാപുസ്തകം 25-ന്റെ 1. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങൾ മതി, ആ ഒരു വാക്യം മതി. അതാണ് ആ സംഭവമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മോവാബ്യ സ്ത്രീകൾ നമ്മളൊക്കെ അറിയാം, ഇവർ യഹൂദന്മാരാണ്, ദൈവജനമാണ്. മോവാബ്യർ എന്ന് പറഞ്ഞാൽ ജാതികളാണ്, യഹൂദനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് എന്നതൊക്കെ അറിയാം. അവർ ദൈവത്തിന്റെ ജനമല്ല. അപ്പൊ ദൈവജനം അല്ലാത്തവരുമായുള്ള ബന്ധം പോലും, അത് വിഹിതമായിട്ടുള്ളതായാലും അവിഹിതമായിട്ടുള്ളതായാലും, ഇനി വിവാഹം കഴിച്ചുള്ളതായാലും കഴിക്കാതുള്ളതായാലും അത് ദൈവസന്നിധിയിൽ തെറ്റാണ്. നമുക്ക് പുതിയ നിയമ ആശയത്തിലേക്ക് വന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരാളിനെ വേണം വിവാഹം കഴിക്കാൻ. അല്ലെങ്കിൽ ആ വിവാഹം കഴിച്ചാൽ പോലും അത് ദൈവസന്നിധിയിൽ തെറ്റാണ്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ടല്ലോ, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മകനാണ്. ഒരു പുരുഷൻ അവൻ രക്ഷിക്കപ്പെട്ടാണെങ്കിൽ അവൻ ദൈവത്തിന്റെ മകനാണ്. അവൻ വിവാഹം കഴിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് ദൈവത്തിന്റെ മകളാണ്. അത് അനുഗ്രഹമാണ്. എന്നാൽ അവൻ കല്യാണം കഴിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പിശാചിന്റെ മകളാണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കളും രക്ഷിക്കപ്പെടാത്തവർ പിശാചിന്റെ മക്കളും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട് എബ്രായലേഖനമൊക്കെ പഠിച്ചപ്പോൾ. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ മകനായവൻ പിശാചിന്റെ മരുമകനായി തീരുന്ന വലിയൊരു അപകടം ഒക്കെ നമ്മൾ അല്പ രസകരമായിട്ടും നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വെക്കാനൊക്കെ ആയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും പാടില്ല. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നിങ്ങൾ ഇണയല്ല പിണ കൂടരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മോവാബ്യ സ്ത്രീകളായതുകൊണ്ട് മാത്രമല്ല തെറ്റ്, വിവാഹേതരമായ എല്ലാ അവിവിഹിതമായ എല്ലാം ഭയങ്കരമായ പാപമാണ്. അതിനെ ഇവിടെ പരസംഗം എന്ന വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ശിക്ഷയെപ്പറ്റി അവിടെ പറയുമ്പോൾ നോക്കുക, ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയി. 23,000 പേരെ കൊന്നുകളഞ്ഞു ദൈവം ഒറ്റ ദിവസം തന്നെ. ഇനി 25-ന്റെ 9 ഒന്ന് വായിച്ചാട്ട്. അതായത് കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. നോക്കുക,
അന്ന് ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേരെന്നാണ് സംഖ്യാപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് 23,000 പേരെന്നാണ്. ഇത് ഞാൻ എന്തിനത് പറയുന്നത് എന്ന് ചോദിച്ചാൽ സന്ദർഭോചിതമായിട്ട് അങ്ങ് പറയാണ്. ഇതൊക്കെ ബൈബിളിലെ വൈരുദ്ധ്യമായി പലരും എടുത്ത് കാണിക്കാറുണ്ട്. നോക്കുക, കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു 23,000 പേര്, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു 24,000 പേരെന്ന്. അപ്പോൾ ഇത് ബൈബിളിൽ ഇങ്ങനെ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയാനായിട്ട് ചിലര് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വൈരുദ്ധ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ബാധകളാൽ മരിച്ചവരുടെ സംഖ്യ, ഒരു ദിവസം, അത് 23,000 പേര്. ആ പരസംഗത്തോടുള്ള ബന്ധത്തിൽ ദൈവം ശിക്ഷിച്ച ആകെ പേരുടെ ആകെ സംഖ്യയാണ് 24,000. അവിടെ വൈരുദ്ധ്യമില്ല എന്ന് മനസ്സിലായല്ലോ. ശ്രദ്ധിച്ചത് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 23,000 പേരെന്ന് പറയുന്നത് ഒരു ദിവസം, അതൊരു ദിവസം. മറ്റേത് ഒരു ദിവസം കൊണ്ടല്ല, ആ വിഷയത്തിൽ ദൈവം ശിക്ഷിച്ച മൊത്തം പേര് 24,000 ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട്, അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ വൈരുദ്ധ്യമില്ല എന്ന് കാണാൻ കഴിയും. ഇത് ബൈബിളിൽ പല ഭാഗത്ത് ഇതുപോലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. ഇപ്പൊ നമ്മള് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ തന്നെ വായിച്ചല്ലോ. അതൊന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. 12 കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ ചിലർ എടുത്തു കാണിക്കുന്നത് 1-2 നമ്മുടെ മനസ്സിലിരുന്നത് നല്ലതാണ്. 22-ന്റെ 20 വായിച്ചാട്ട്. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവർ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നത് ആ കാളക്കുട്ടിയെ, അവരുണ്ടാക്കിയ വിഗ്രഹമായ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ചിലർ ഇങ്ങനെ പറയുന്നത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ ഈ കഷായം കുടിപ്പിക്കുന്നത് പോലെ ഇവരെ ഇത് കലക്കി, വെള്ളത്തിൽ കലക്കി ഇവരെ കുടിപ്പിച്ചു എന്ന് ചിലര് പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് അല്പം അതിശോക്തിപരമായിട്ടോ അല്പം കൂടെ ജനങ്ങളെ ഇംപ്രസ് ചെയ്യത്തക്കൊണ്ടും പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതേ കാര്യം വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ആവർത്തനം 9:21. ആവർത്തനം 9:21. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ പാവമായ കാളക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിലിട്ട് ചുട്ട് നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ട് കളഞ്ഞു. മതി. നോക്കുക, രണ്ടും ശരിക്കും വായിച്ചാൽ വ്യത്യാസമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പൊടിയാക്കി അവരെ വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചെന്ന്. ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ പറയുന്നത് പൊടിയാക്കി അവിടെ തോട്ടിലിട്ട് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത് വൈരുദ്ധ്യമല്ലേ? ഒരിടത്ത് പറയുന്നവരെ കുടിപ്പിച്ചെന്ന്, വേറൊരിടത്ത് പറയുന്നത് ഇത് പൊടിയാക്കി തോട്ടിലിട്ട് കളഞ്ഞു എന്നുള്ളത്. വൈരുദ്ധ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ തോട്ടിൽ നിന്നാണ് അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ പാളയം അടിച്ചിരിക്കുകയാണ്. പാളയം അടിച്ചിട്ട് അവർ കുടിക്കുന്നത് ഈ തോട്ടിൽ നിന്നാണ്. ആ തോട്ടിലാണ് കലക്കിയത്. അപ്പൊ അത് കലക്കിയപ്പോൾ വേറെ നിവൃത്തിയില്ല. ആ തോട്ടിൽ നിന്നാണ് അവർ കുടിക്കുന്നത്. അവരെ കുടിപ്പിച്ചു. ഈ കാളക്കുട്ടിയെ ചുട്ട് പൊടിയാക്കി അത് അവരെ കുടിപ്പിച്ചു എന്നുള്ളതാണ്. വൈരുദ്ധ്യമില്ല. ഇങ്ങനെ വേദപുസ്തകത്തിൽ വൈരുദ്ധ്യമില്ല, ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതുപോലെ തന്നെ ഇനി ഞാൻ വാക്യം എടുക്കാതെ ഒരു കാര്യം കൂടെ പറയാൻ പോവുക. എന്റെ മനസ്സിൽ വന്ന 2-3 കാര്യം ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമ്മള് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് ഒലിവ് മലയിൽ നിന്നാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 9-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചു വന്നാൽ മതി, മനസ്സിലാവും. ഒലിവ് മലയിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് എന്ന് അവിടെ നിന്ന് മനസ്സിലാകും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായം അതിന്റെ 50-51 വാക്യങ്ങൾ വായിക്കുമ്പോൾ ബഥാന്യയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വൈരുദ്ധ്യമല്ലേ? ഒലിവുമലയിൽ നിന്നാണെന്ന് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നു. അതല്ല, ബഥാന്യയിൽ നിന്നാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. വൈരുദ്ധ്യമാണെന്ന് തോന്നാം. എന്നാൽ വൈരുദ്ധ്യമൊന്നുമില്ല. ഒലിവുമലയുടെ മുകളിലുള്ള ഒരു സ്ഥലമാണ് ഈ ബഥാന്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വൈരുദ്ധ്യമില്ല. ഇതുപോലെ ബൈബിളിൽ എങ്ങും വൈരുദ്ധ്യമൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ഒരേ ഒരാളാണ്, പലരെ കൊണ്ട് എഴുതിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരേ ഒരാളാണ് ഇതിന്റെ പിൻപിൽ. ആ കാര്യം നമ്മളൊന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ
ഈ ഭാഗമൊക്കെ വരുമ്പോഴാണല്ലോ അതൊക്കെ ചിന്തിക്കാൻ അവസരം ഉണ്ടാകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത വാക്യം ഒന്ന് വായിക്കാം. 9-ാം വാക്യം, 10:9. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ആ, ഈ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിച്ചല്ലോ, അവർ ചെയ്ത ഓരോ പാപങ്ങളും അതിന് കൊടുത്ത ശിക്ഷയുമാണ് 10-ാം വാക്യം വരെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഒന്നാമത്തേത് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു, അത് അവര് വിഗ്രഹത്തെ ഉണ്ടാക്കിയ കാര്യമാണ്. രണ്ടാമത്തേത് പരസംഗമാണ്. മൂന്നാമത്തേത് ഇത് നമ്മള് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നതാണ്. ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ മതിയാകും. 1-2 വാക്യം വായിക്കുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകം 16-2 ഒന്ന് വായിക്കാം. പുറപ്പാട് 16-2. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. മതി, ഒരു 2-3 വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാവും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ അത്രയും നമുക്കൊന്ന് നിർത്താം. ഇവിടെ അവർ ദൈവത്തെ ചിലർ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അവിടെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവര് ചിന്തിക്കുന്നത്, ദൈവത്തിന് ഞങ്ങൾക്ക് ഇവിടെ ഇറച്ചിയൊന്നും തരാൻ കഴിയുകയില്ല. അവരിപ്പോ യാത്ര ചെയ്ത് വരികയാണ്. അവർക്ക് അവരുടെ ഇപ്പൊ മന്ന കൊടുത്ത് തുടങ്ങുന്നത്, മന്ന കൊടുത്തില്ല, കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അവർ പരാതിപ്പെടുകയാണ്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഇറച്ചിയൊന്നും തരാൻ ദൈവത്തിന് കഴിയത്തില്ല എന്ന് പരീക്ഷിക്കാം. ഒന്ന് പരീക്ഷിച്ച് തരാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നമ്മൾ അറിയണം. പക്ഷെ ദൈവം എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിൽ കാണുന്നതെല്ലാം തരുമെന്ന് വിചാരിക്കരുത്. നമ്മൾ പലപ്പോഴും അത് ഓർത്തിട്ടുണ്ടല്ലോ, ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ പിതാവെന്ന നിലയിൽ നമ്മുടെ നന്മയെ കരുതി ഉള്ളത് മാത്രമാണ് തരുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്കുണ്ട്. അവരങ്ങനെ പോയാൽ മതി. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തോളും, വേണ്ടതൊക്കെ കൊടുത്തോളും. അതിനകത്ത് പട്ടിണിയും ഉണ്ട്, അതിനകത്ത് ആരോഗ്യവും അനാരോഗ്യവും ഉണ്ട്. വെള്ളമില്ലാത്ത അവസ്ഥയും വെള്ളമുള്ള അവസ്ഥയും ഉണ്ട്. ആരോഗ്യമുള്ള ആഹാരമുള്ള അവസ്ഥയും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അവരെ നടത്തിക്കൊണ്ട് പോകുന്നത്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ദൈവം നടത്തുന്ന വഴി അങ്ങ് നടന്നു പോയാൽ മതി. അവരെ ദൈവം കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ട് എത്തിച്ചിരിക്കും. പക്ഷെ അവര് ഇതിനിടയ്ക്ക് ഒരുപാട് പാപങ്ങൾ ചെയ്യണം. അതിലൊരു പാപമാണിത്, ഒരു പരീക്ഷ. ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമോ എന്നൊരു പരീക്ഷ. അതിനാണ് അവർ പറയുന്നത്, ഞങ്ങൾ അവിടെ മിസ്രയീമിൽ ഇറച്ചി കലങ്ങൾക്കരികെ ഇരുന്നു. അത് അവര് ഏതായാലും അവർ തിന്നെന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങൾ അതിന്റെ അരികിലിരുന്നു എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടും മനസ്സിലാക്കേണ്ടത്, അറിയാമല്ലോ അവിടെ അടിമത്തത്തിൽ എന്നാ കിട്ടാൻ. ഭക്ഷണമൊന്നും ചൊവ്വേനേരെ കൊടുക്കത്തില്ല, റോ മെറ്റീരിയൽസ് കൊടുക്കത്തില്ലല്ലോ. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള മണ്ണോ കച്ചിയോ പോലും കൊടുക്കാതെ അത്ര കഷ്ടപ്പെടുത്തുന്ന അവർക്ക് അവിടെ ഇറച്ചി കൊടുക്കുകയാണോ ചെയ്തത്? ഒരുപക്ഷെ ഇവരെയൊക്കെ ഷെഫായിട്ട് ഉപയോഗിച്ച് കാണും, കുക്കിങ്ങിന്. അവരുടെ വീട്ടിലെ അടുക്കളയിൽ പാചകക്കാരായിട്ടൊക്കെ ഇവരെ ഉപയോഗിച്ച് കാണും. അതാണ് അവർ പറഞ്ഞ ഇറച്ചിക്കലങ്ങൾക്ക് ഞങ്ങൾ അരികെ ഇരുന്നു എന്ന് പറയുന്ന അതാണ്. അരികിലൊക്കെ ഇരുന്നു, മണമൊക്കെ കിട്ടി കാണും. തിന്നതായിട്ടൊന്നും ചിന്തിക്കാൻ സാധ്യതയില്ല. പിന്നെ അവർക്ക് കിട്ടിയത് നമ്മള് ഗ്രീൻ സാലഡ് നല്ലതാണ്. ഇറച്ചിയുടെ കൂടൊക്കെ കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതാണ്. ഗ്രീൻ സാലഡ്, ഉള്ളിയോ കുമ്പട്ടിക്കായോ വെള്ളരിക്കായോ ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയതെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ വന്ന് ദൈവത്തെ പരീക്ഷിച്ച് ചോദിക്കുക, ഞങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, ദൈവത്തിനോട് ഇറച്ചി തരാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ദൈവത്തെ പരീക്ഷിച്ച് ചോദിക്കുന്നതായി കാണുന്നുണ്ട്. നമുക്കറിയാം ആ ഭാഗത്ത് മുന്നോട്ട് കാണുമ്പോൾ ദൈവം രാവിലെ തോറും മന്നയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അത് കൊത്തമ്പാലരി പോലെ ഇരിക്കും, അത് തേൻകൂട്ടിയ ദോശ പോലെയാണ്. അത് സ്വർഗീയമായ ഒരു ഭക്ഷണമാണത്. എത്രമാത്രം അത് റിച്ചാണ് ആ ഫുഡ്. അതിന്റെ ടേസ്റ്റ് കൊണ്ടായാലും അതിന്റെ ആരോഗ്യകരമായ അതിനകത്തെ കണ്ടന്റ് കൊണ്ടായാലും ഒക്കെ അത് ഏറ്റവും റിച്ച് ഫുഡാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. വൈകിട്ട് കാടകളെ ഇറച്ചി തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് കഴിയുമോ എന്ന് അവർ പരീക്ഷിച്ചു. അവർ മൂക്കുമുട്ട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ അവർക്ക് ഇറച്ചിയും രാവിലെ ഇത് രണ്ടും കൊടുത്ത് ദൈവം മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവർ പരീക്ഷിച്ചു, ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്ക് അരികെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് ഇറച്ചി തരാമോ? ഇവിടെ ഒരു ആലോചന പറഞ്ഞങ്ങ് പോകാം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ദൈവത്തിന് എന്തെങ്കിലും കാര്യം നമുക്ക് തരാൻ കഴിയുമോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും
ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെ പരീക്ഷിക്കുക. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പക്ഷേ ഓർക്കണം, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം തരികയില്ല. അതല്ല ദൈവത്തിന്റെ ഉദ്യോഗം. ദൈവത്തിന്റെ ജോലി നമ്മുടെ നന്മയെ കരുതി, നമ്മുടെ ക്ഷേമത്തെ കരുതി, നമുക്ക് ഗുണം വരുന്നത് മാത്രമേ ദൈവം ചെയ്യൂ. ചിലപ്പോൾ നമുക്ക് വിശപ്പ് അല്ലെ പട്ടിണി തന്നെന്നിരിക്കും, അത് നമ്മുടെ നന്മയെ കരുതിയാണെന്ന് ഓർക്കണം. സാമ്പത്തിക ഞെരുക്കം തന്നെന്നിരിക്കും, അത് നമ്മുടെ നന്മയെ കരുതിയാണ്. നമുക്ക് വാഹനമില്ലാത്ത സാഹചര്യം തരും, അത് നമ്മുടെ നന്മയെ കരുതി. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തെ നമുക്ക് ശരിക്കും രുചിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മൾ എല്ലാം തരുന്ന ഒരു ദൈവത്തെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ, ഇല്ലായ്മയിൽ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മള് ശൂർ മരുഭൂമിയെ കുറിച്ചൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കാരണം എന്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പർശിക്കപ്പെട്ടതാണ്. ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളമില്ലാതെ അവർ സഞ്ചരിച്ചെന്ന് എഴുതുന്നത്. വെള്ളമില്ലാഞ്ഞ് തളർന്നുപോയെന്നല്ല, 3 ദിവസം വെള്ളമില്ല, പക്ഷെ അവര് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും. ഓർക്കുക, ഈ വെള്ളമല്ല, ആരോഗ്യമല്ല, പണമല്ല, വീടല്ല, കാറല്ല, ഇതൊന്നുമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടോ? കർത്താവിനോട് കൂടെയാണോ നാം സഞ്ചരിക്കുന്നത്? ഒക്കെ ഈ കാര്യങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വാക്യം കൂടെ അതോടുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ സംഖ്യാ പുസ്തകത്തിൽ നിന്ന് വായിക്കണം. സംഖ്യ 21:5-6. സംഖ്യാപുസ്തകം 21:5-6 ഒന്ന് വായിക്കാം. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ പോകേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ച് അവ ജനത്തെ കടിച്ചു. ഇസ്രായേൽ വളരെ ജനം മരിച്ചു. മതി, നോക്കുക, അവരെ എന്താ പറഞ്ഞത്? ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത അതിശ്രേഷ്ഠമായ, മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, മനുഷ്യനാൽ നിർമ്മിക്കാൻ കഴിയാത്ത, മനുഷ്യർ എത്ര ശ്രമിച്ചാലും അങ്ങനെ ഒന്നുണ്ടാക്കാൻ കഴിയാത്ത തരത്തിലുള്ള മന്ന എന്ന് പറയുന്ന ഏറ്റവും വിശിഷ്ടമായ, അതിനേക്കാൾ വിശിഷ്ടമായ ഒന്നില്ല, വിശിഷ്ടമായ ഭക്ഷണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചു, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ലെന്ന്. എന്നിട്ട് പറഞ്ഞത് വേറൊരു പ്രയോഗം എന്നെ വല്ലാണ്ട് എന്റെ ഹൃദയത്തിൽ തൊട്ട ഒരു ഭാഗമുണ്ട്. ഈ സാരം ഇല്ലാത്ത ഭക്ഷണം, മന്നയെ കുറിച്ചാണ് പറയുന്നത്. ഈ സാരമില്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത എന്നതിന്റെ അർത്ഥം അതാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. സാരം ഇല്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത ഭക്ഷണം. നോക്കുക, സർവ ഗുണവുമുള്ള ഭക്ഷണം സ്വർഗത്തിലെ ദൈവം കൊടുത്തിട്ട് അതിനെ വിലമതിക്കാതെ അതിനെ കുറിച്ച് പറയുന്നത് ഇത് ഒരു ഗുണമില്ലാത്ത. ദൈവം നമുക്ക് തരുന്നതൊക്കെ നമ്മൾ ഓർക്കണം ഗുണമുള്ളതാണ്. ദൈവം തരുന്നതേ ഗുണമായിട്ടുള്ളൂ. സമയം പോരാ, എന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ആലോചന വരികയാണ്. ഞാന് ഈ കാനാവിലെ കല്യാണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കല്യാണത്തിന് അവര് വീഞ്ഞു കൊടുത്തു, അത് തീർന്നുപോയി, എന്തെങ്ങനെയോ തീർന്നുപോയി, അത് പോകട്ടെ. പക്ഷെ അതിനുശേഷം യേശു കർത്താവ് അവർക്ക് വീഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളം കോരി വെക്കാൻ പറയുന്നു, വിളമ്പി കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അതിന്റെ സൂപ്പർവൈസർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാധാരണ എല്ലാവരും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, പിന്നീട് മോശം വീഞ്ഞ് കൊടുക്കുന്ന പതിവായി എല്ലായിടത്തും ഉള്ളത്. പക്ഷെ ഇവിടെ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് വീട്ടുടയവരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരാദ്യം കൊടുത്തതൊന്നും മോശമല്ല, അങ്ങനെ ആരും ചെയ്യുന്നില്ല. കല്യാണത്തിന് ആരെങ്കിലും മോശമായ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും? പരമാവധി ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കും നമ്മൾ കല്യാണത്തിന് കൊടുക്കുന്നത്, അതൊരു സന്തോഷമാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും നമ്മുടെ കർത്താവ് തരുന്നതിനോളം ബെസ്റ്റ് ആക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കർത്താവ് തന്നപ്പോൾ അതിനേക്കാളൊക്കെ ബെസ്റ്റ്, അവർ കൊടുത്തത് ബെസ്റ്റാ, അതിലും ബെസ്റ്റാണ് കർത്താവ് തന്നത് എന്നുള്ളത്. എപ്പോഴും ഓർക്കണം, കർത്താവ് തരുന്നതാണ് ബെസ്റ്റ്. കർത്താവ് തന്നിരിക്കുന്ന ആരോഗ്യം അത് ബെസ്റ്റ്, കർത്താവ് തന്ന മക്കൾ ബെസ്റ്റ്, കർത്താവ് തന്ന സാമ്പത്തിക സൗകര്യം ബെസ്റ്റ്, കർത്താവ് തന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, കോപ്പി അടിച്ച് മാർക്ക് വാങ്ങുന്നതിനേക്കാൾ, ഫസ്റ്റ് ക്ലാസ് വാങ്ങുന്നതിനേക്കാൾ മിനിമം മാർക്ക് അത് ബെസ്റ്റാണത്. കോപ്പി അടിക്കാതെ പ്രാർത്ഥനയോടെ പഠിച്ച് കിട്ടിയ
മിനിമം മാർക്ക് മതിയെന്നേ. അതുകൊണ്ടൊക്കെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത് അത്രയും മതിയെന്നൊന്നും അർത്ഥമില്ല. നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിച്ചോളുക. പക്ഷേ കോപ്പി അടിച്ചതൊന്നും നമുക്ക് വേണ്ട. കൈക്കൂലിയുടെ പണം നമുക്ക് വേണ്ട. മായം ചേർത്ത് ഉള്ള പണം നമുക്ക് വേണ്ട. അതിനേക്കാൾ ബെസ്റ്റ് മായം ചേർത്ത് 10,000 രൂപ ഉണ്ടാക്കുന്നതിനേക്കാൾ 100 രൂപ ഒന്നും ചേർക്കാതെ ആ 100 നമുക്ക് അനുഗ്രഹമായി തീരുന്നത്, നന്മയ്ക്കായി തീരുന്നത് എന്ന് ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ദൈവം കൊടുത്ത ഇത്ര വിശിഷ്ടമായ ആ ഭക്ഷണത്തെ ഈ സാരമില്ലാത്തതെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ശിക്ഷ, അഗ്നി സർപ്പത്തെ അയച്ച് ജനത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അത് ഈ അഗ്നി സർപ്പം എന്നൊന്നും പറയുന്ന സങ്കല്പമൊന്നുമല്ല, യഥാർത്ഥ സർപ്പം തന്നെയാണത്. പിന്നെ ഈ അഗ്നി സർപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ അതിന്റെ കടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീപ്പൊള്ളലേറ്റ വേദന കൊണ്ടാണോ, അതോ ഇതിന്റെ വേഗത്തിലുള്ള സഞ്ചരിക്കാനുള്ള കഴിവ് കൊണ്ടാണ്, എന്തുകൊണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സർപ്പമാണത്, കടിച്ചതാണ്. പിന്നെ അതിന്റെ രൂപമാണല്ലോ പിന്നീട് ഉണ്ടാക്കി കൊടിമരത്തെ തൂക്കിയതും ഒക്കെ. അപ്പോൾ അക്ഷരപ്രകാരമുള്ള അർത്ഥമുള്ള ഒരു സർപ്പത്തെ തന്നെ അയച്ചതാണ്. ജനത്തിൽ ധാരാളം പേര് മരിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, സ്നേഹത്തോടും വിനയത്തോടും. ഇവിടെ നമുക്ക് ചെറിയ ആലോചനകൾ കിട്ടണമല്ലോ. ആലോചന പറഞ്ഞു എന്നാൽ, ദൈവം തരുന്നതിന് ദയവായി നിസ്സാരവൽക്കരിക്കും. അത് ഒന്നും ഏതൊക്കെയെന്ന് ഇപ്പൊ എടുത്തു പറയാൻ പോയാൽ നമ്മൾ എന്തുമായിക്കോട്ടെ, കർത്താവ് തരുന്നത് ഒന്നിനെയും നിസ്സാരമെന്ന് വിചാരിക്കും. കർത്താവ് തരുന്ന ഒരു ശുശ്രൂഷ, കർത്താവ് തരുന്ന കുഞ്ഞുങ്ങള്, കർത്താവ് തരുന്ന ആരോഗ്യം, സൗന്ദര്യം, വീട്, വാഹനം, സംവിധാനങ്ങൾ, ജോലി, വിദ്യാഭ്യാസം എല്ലാം കർത്താവ് തരുന്നതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കും. എന്ത് തന്നാലും അത് വിലമതിക്കപ്പെടേണ്ടതാണ്, വിലയേറിയതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഓർക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള, അത് തന്നെയാണല്ലോ പറഞ്ഞത്, ഇതുപോലെയുള്ള ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. 10-ാം വാക്യം വായിക്കായി. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയെ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുമരുത്. പിറുപിറുപ്പ്, ഇത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു പോകുന്ന ഇത്. ഇന്നിപ്പോ ആ വാക്യം ഞാൻ വായിക്കുന്നില്ല. സംഖ്യാപുസ്തകം 16:13-14 വായിച്ചാൽ അവിടെ അവരുടെ പിറുപിറുപ്പ് കാണുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശത്തുനിന്ന് ഞങ്ങളെ കൊണ്ടുവന്നു, ഈ മരുഭൂമി കൊണ്ടുവന്ന് കൊല്ലാൻ കൊണ്ടുവന്നു. നിങ്ങൾ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ട് എത്തിച്ചുമില്ല, ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും നിലങ്ങളും ഒന്നും തന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നത്. പിറുപിറുപ്പിന്റെ അനുഭവം നമുക്കുണ്ടോ? ദൈവത്തോട് പ്രത്യേകിച്ച്, ദൈവം എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, ദൈവം അങ്ങനെ എന്തെങ്കിലും ദൈവം തന്നില്ല എന്ന് പരാതി. ഇന്ന് പകലിൽ ഞാൻ അല്പസമയം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ഇരുന്നപ്പോൾ ഓർത്തു, പലരും ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പരാതിപ്പെടാറുണ്ട്. ദൈവം എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, ഒരുപാട് പരാതികൾ ദൈവത്തെ കുറിച്ച്. അപ്പൊ എന്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയുണ്ട്, ദൈവത്തിന് വല്ല പരാതിയും നമ്മളെ കുറിച്ചുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും പരാതി നമുക്കുണ്ടോ? ദൈവത്തിന് യാതൊരു പരാതിയും ഇല്ലാത്ത നിലയിൽ ജീവിച്ചിട്ട് നമ്മൾ പരാതി പറ, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് പരാതി പറയാൻ തുടങ്ങിയാൽ പരാതി പറയാനേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ടാണ് നമ്മള് ദൈവം അത് തന്നില്ല, ഇത് തന്നില്ലെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നത്. വേണ്ട, പിറുപിറുപ്പ് വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കൂടെ കാണുകയാണ്. 11-ാം വാക്യം വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഇത് ഈ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചു. അതിപ്പോ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവര് ആദ്യ ഭാഗത്താണ് ജീവിച്ചതെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അന്ത്യകാലത്താണ്. ലോകാവസാനം വന്നിരിക്കുന്ന എന്നവിടെ പറയുന്നുണ്ട്. ലോകാവസാനം, ഈ ലോകം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ജനത്തെ ഉദ്ദേശിച്ചാണ് എപ്പോഴും ലോകം എന്ന് പറയുന്നത്. അപ്പൊ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഇതെല്ലാം കൂടി ഇല്ലാതായി പോകുന്ന ഒന്നല്ല. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളുടെ ഒരു അവസാനം വരാൻ പോവാ. അത് എപ്പോഴാ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ കർത്താവ് വരുമ്പോൾ ആ കാര്യങ്ങൾക്ക് പര്യവസാനവും. ഇന്ന് അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയും അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്തൊക്കെ അവര് ദൈവത്തെ അറിയാത്ത ജനം ദൈവത്തോടും ദൈവജനത്തോടും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെയുള്ള ഒരു
പര്യവസാനം വരാൻ പോകും. അത് നമ്മൾ കർത്താവ് വരുന്നതോടെ അതിന് പര്യവസാനമാകും. പിന്നെ ഒരു 7 വർഷം ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അവര് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ഈ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളും കാര്യപരിപാടികളും എല്ലാം അവസാനിക്കാൻ പോവാം. അപ്പോൾ ആ കാലം എടുത്തിരിക്കുന്നു. ലോകാവസാനം എന്ന് വെച്ചാൽ അങ്ങനെ ലോകത്തിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ യഥേഷ്ടമുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പര്യവസാനം വരാൻ പോകുന്നു, അഥവാ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അടുത്തിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും വിചാരിക്കരുത് ഞാൻ ഈ പാപത്തിലൊന്നും വീഴുകയില്ല എന്ന് ആരും വിചാരിക്കരുത് എന്നാണ്. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെ ഇതങ്ങ് ഈ ചരിത്രത്തില് ബൈബിളിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചേർത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. 12-ാം വാക്യം വായിക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അതിന്റെ ആശയം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നു, അഥവാ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വീഴത്തില്ല, ഞാൻ ഈ പറഞ്ഞ വിഗ്രഹാരാധനയോ പരസംഗമോ അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുകയോ പിറുപിറുക്കുകയോ അതൊന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ്, ആത്മീയമായി ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് ഒരുത്തരും ചിന്തിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്ന അർത്ഥം. നിൽക്കുന്നു എന്ന് തോന്നുന്നു. ആ നിൽക്കുന്നു എന്ന് പറയുന്ന അർത്ഥം ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ഇതിലൊന്നും വീഴത്തില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് അപകടമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വന്ന് നമ്മൾ ലേസി ആയി, നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല, ഞാൻ അങ്ങനെ ഒന്നിലും വീണു പോകത്തില്ല എന്ന് ചിന്തിച്ചാൽ നമ്മൾ ലേസി ആകും. ലേസി ആകുമ്പോൾ പിന്നെ വീഴാനുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ലേസി ആകരുത് എന്നാണ്. നിൽക്കുകയാണിപ്പോൾ, പക്ഷേ ഏത് സമയവും വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം കൊലോസ്യ ലേഖനത്തിൽ നിന്ന് 1 കൊലോസ്യർ 2:7 നമുക്കൊന്ന് നോക്കാം. കൊലോസ്യർ 2:7. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. 4 കാര്യങ്ങൾ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, അവനിൽ വേരൂന്നിയും. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വേരൂന്നണം. 1. 2, ആത്മീക വർധനവ് പ്രാപിക്കണം, അനുദിനം ആത്മീക വർധന പ്രാപിക്കണം. 3, വിശ്വാസത്താൽ ഉറച്ച് നിൽക്കണം. 4, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കണം. ഈ 4 കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്താൽ നമ്മൾ വീഴാതിരിക്കാൻ സാധ്യതയുണ്ട്. 1, അവനിൽ വേരൂന്നണം. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് വേര്. കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. വേര് ഊന്നി ഇരിക്കണം. അവനിൽ, ക്രിസ്തുവിലായിരിക്കണം വേര്. നമ്മളൊരു മരം കാണുമ്പോൾ വേര് നമ്മൾ കാണുന്നില്ല, മരത്തിന്റെ തടിയും ഇലച്ചിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ തടിയും ഇലച്ചിലും ഒക്കെ അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അതിന്റെ വേര് മണ്ണിൽ ആഴ്ന്നു നിൽക്കുന്നത് കൊണ്ടാണ്. എത്രത്തോളം വേര് ശക്തമായി നിൽക്കുന്നു അത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും ഇത് നിൽക്കും. എന്താ ഇത് കാണിക്കുന്നത്? ഇത് പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയുടെ ഏതൊരു വിശ്വാസിയുടെയും ദൈവ പൈതലിന്റെയും നിലനിൽപ്പ്, ഉറച്ചു നിൽക്കാൻ കഴിയുന്ന, വീണു പോകാതിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അവനിൽ വേരൂന്നി, അവനോട് ഈ വേര് മണ്ണിലോട്ടങ്ങും ആഴ്ന്നിറങ്ങി പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. അതുപോലെ യേശുക്രിസ്തുവിനോട് നമ്മൾ എത്രത്തോളം പറ്റിച്ചേർന്ന്, പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റവും പറ്റിച്ചേരുന്ന അവസരം. ഞാൻ വളരെ പണ്ട് പ്രാർത്ഥനയെ പറ്റിയുള്ളൊരു ബൈബിൾ സ്റ്റഡി കേട്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനൊരു എബ്രായ പദമൊക്കെ പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ, ഒരു ദൈവദാസൻ വിശദീകരിച്ചപ്പോൾ, വിദേശീയനായ ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞത് വല്ലാണ്ട് പറ്റിച്ചേരുന്ന ഒരവസരമാണ് പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത്. ഉപയോഗിച്ച വാക്ക് എന്റെ ഓർമ്മ ശരിയാണ്, യാത എന്നൊരു വാക്ക് എബ്രായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, 30-ലധികം വർഷങ്ങൾക്ക് മുൻപ്. അപ്പൊ പറ്റിച്ചേർന്ന് നിൽക്കുക, അത് അങ്ങനെ പറ്റിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നമ്മൾ വീഴാതെ ഇരിക്കുകയുള്ളൂ. 1 അതാ. 2, വേറെന്താ ചെയ്യുന്നത്? ഈ തടിക്ക് ആവശ്യമുള്ള, മരത്തിന് ആവശ്യമുള്ള, പുറമേ കാണുന്ന മരത്തിന് ആവശ്യമുള്ള
ഭക്ഷണവും വെള്ളവും ഒക്കെ വലിച്ചെടുത്ത് കൊടുക്കുന്നത് ഈ വേരാണ്. അപ്പൊ ഇതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. ഒന്ന് ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക, ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. ഇത് ചെയ്താൽ നമ്മൾ വീഴാതിരിക്കാൻ നമുക്ക് ഒരു സാധ്യത അതാണ്. രണ്ടാമത്തെ കാര്യം ആത്മീക വർധനം. ഇത് വിശദീകരിക്കാതെ പറഞ്ഞാൽ മതി, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആത്മീക വർധന. ഓർമ്മയുണ്ടാകും, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന്. അത് പഠിച്ചപ്പോൾ, പത്രോസ് ലേഖനം നമ്മൾ പഠിച്ചതാണ്, പഠിച്ചപ്പോൾ ഓർത്താണ്, രക്ഷയ്ക്കായി വളരുവാൻ എന്നുള്ളതിന്റെ ഒരു ലളിതമായ ഒരു വിശദീകരണം പറഞ്ഞാൽ ഹെൽത്തി ഗ്രോത്ത്, ആരോഗ്യമുള്ള വളർച്ച നമുക്ക് ഉണ്ടാകണമെങ്കിൽ വചനമെന്ന് മായമില്ലാത്ത പാല് കുടിക്കണം. അപ്പോൾ വീഴാതിരിക്കാൻ ഒന്നാമത് വേണ്ടത് അവനിൽ വേരൂന്നി പ്രാർത്ഥന ജീവിതം. 2, വചന പഠനം, ശക്തമായ വചന പഠനം. 3, വിശ്വാസത്താൽ ഉറച്ച വിശ്വാസം. അതാണ് അതിന്റെ അർത്ഥം. ഉറച്ച വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ അല്പം കൂടെ വിശദീകരിച്ചാൽ, ദൈവവചന സത്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുക, ദൈവവചനത്തിൽ സംശയം ഉണ്ടാകാതിരിക്കുക, ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അത് 100% ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്നതാണ്. മറ്റൊന്ന് സ്തോത്രം. സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിക്കണം. സ്തോത്രത്തിൽ കവിഞ്ഞ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യേണ്ട ഒരു സ്ഥാനത്തും സ്തോത്രം ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. അതാ സ്തോത്രത്തിൽ കവിഞ്ഞെന്ന് പറഞ്ഞത്. സ്തോത്രം ചെയ്യേണ്ട സ്ഥാനങ്ങളുണ്ട്. നമ്മള് എബ്രായർ 13:15 അധര ഫലം എന്ന സ്തോത്രയാഗമെന്നോടെ വായിക്കുന്നുണ്ട്. അധര ഫലം, അധരങ്ങളുടെ ഫലമാണ്. നമുക്കറിയാം, ഫലം എപ്പോഴാണ് ഫലം ഉണ്ടാകേണ്ടത് അപ്പോൾ ഫലം ഉണ്ടാകണം. അപ്പോൾ ഫലം ഉണ്ടായില്ലെങ്കിൽ അതും കൂടെ അടുത്ത വർഷം ഉണ്ടാകത്തില്ല. ഈ വർഷം ഉണ്ടാകേണ്ട തെങ്ങ് കായ്ക്കുന്നു, ഈ വർഷം കായ്ച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഈ കൊല്ലത്തെ കൂടെ കായ്ക്കത്തില്ല, നഷ്ടമായി. ഈ വർഷം കായ്ക്കേണ്ടത് കായ്ച്ചില്ല, നഷ്ടമായി. അടുത്ത വർഷത്തെ കായ്ക്കുള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മള് സ്തോത്രം ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് നന്ദി പറയേണ്ട സന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും അത് ചെയ്യാതിരിക്കരുത്. അവിടെ ചെയ്യാതിരുന്നാൽ നമ്മൾ സ്തോത്രത്തിൽ കവിഞ്ഞു എന്ന് പറയാനായിട്ട് കഴിയുകയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ, പ്രാർത്ഥന, വചനപഠനം, ദൈവവചന സത്യങ്ങളിന്മേൽ ഉറച്ച വിശ്വാസം, അതുപോലെ ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളിലും ഹൃദയപൂർവ്വമുള്ള നന്ദി. അതിന്റെ സ്തോത്രത്തിന്റെ ഒക്കെ വിശദീകരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും, വീഴാതിരിക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 13-ാം വാക്യം ഇന്ന് ചിന്തിക്കുന്നില്ല, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഇത്രയും സമയം സംസാരിപ്പാൻ കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും വന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.